മോഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതേപോലെ nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, u പ്ലസ് ഹാഫ് 2n-1 ഒരു ആക്സലേഷൻ. ഇതൊന്ന് പഠിച്ചു നോക്കുക. ഈ ഇക്വേഷൻ മാത്രമായിരിക്കും മേ ബി ന്യൂ ആയിട്ടുള്ളത്. അപ്പം പാർട്ടിക്കൽ ഹാവ് 50 km/s. ഓക്കെ, ട്രാവൽ ആട്ടോ ഇത്. 50 km/s, 50 km വിത്ത് സ്പീഡ് 10 km. ഓക്കെ, ആദ്യത്തെ 50 km നമ്മളൊന്ന് നടത്ത ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്? 50 60. സോ 100 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ 50 കിലോമീറ്റർ 50 കിലോമീറ്റർ എത്ര സ്പീഡിലാണ് പോയത്? 10 കിലോമീറ്റർ. സോ നമുക്കൊരു കാര്യം അറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു, നമുക്ക് ആ ടൈം അറിയാത്ത ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 50 ബൈ സ്പീഡ്, ദാറ്റ് ഈസ് 10. സോ 5 km/h ആണ്. 5 കിലോമീറ്റർ 5 ഹവേഴ്സ് പ്ലസ് അതേപോലെ ഇവിടുന്ന് ടൈം സിമിലർലി കണ്ടുന്ന സമയത്ത് എന്താണ് 60 ഡിവൈഡ് ബൈ 20, അത് 3. അങ്ങനെ ആകുമ്പോൾ 100 ഡിവൈഡ് ബൈ 8 ആണ്. ഇത് 100 അല്ല, 60 110 അല്ല, 110 ഡിവൈഡ് ബൈ 8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കൽ കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1 ആൻഡ് നെക്സ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ഇതുണ്ട്, എക്സ് ഡിസ്റ്റൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത്, എക്സ് ഡിസ്റ്റൻസ് v1 ടൈമിലാണ് ട്രാവൽ ചെയ്ത്, v2 ടൈമിലാണ് ട്രാവൽ ചെയ്ത്. ഹോൾ ജേർണീൻ്റെ എന്താണ് തന്നെ സ്പീഡാണ്, ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഡിസ്റ്റൻസ്, അതാണ് 2x ആണ്. എത്ര ടൈം? v1 സ്പീഡിൽ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. സോ നമുക്ക് എന്താ പറയാൻ പറ്റാൻ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദാറ്റ് മീൻസ് എക്സ് ഡിവൈഡഡ് ബൈ v1. അതേപോലെ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ x2 ഡിവൈഡ് ബൈ v2. രണ്ടും എക്സ് സെയിം തന്നെ അല്ലേ, അതുകൊണ്ട് പിന്നെ എക്സ് ഡിവൈഡ് ബൈ v2. അങ്ങനെ എക്സ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും v1 v2 2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആവറേജ് സ്പീഡ്. അതേപോലെ ഇനി ഈക്വൽ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, ഈക്വൽ ടൈം ടി ടൈമിൽ എത്ര, v1 സ്പീഡിൽ v2 സ്പീഡിൽ. അപ്പം ആവറേജ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കൊരു അറിയാം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ സ്പീഡ് ഇൻ ടൈം. സോ ആദ്യം v1 t പ്ലസ് v2 t ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ഇനി ടോട്ടൽ ടൈം എത്രയാണ്? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ അത് 2t, റൈറ്റ്. അപ്പോൾ ടി ക്യാൻസൽ, അങ്ങനെ v1 പ്ലസ് v2 ബൈ 2 കിട്ടും, എന്ത് ആവറേജ് സ്പീഡ്. സോ സെയിം ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ള ആവറേജ് സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. അതേപോലെ ഈക്വൽ ടൈമിൽ ഉണ്ടാകുന്ന സമയത്തുള്ള ആവറേജ് സ്പീഡ്, ഇത് രണ്ടും സ്പെഷ്യൽ കേസസാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കൽ സ്റ്റാർട്ട്സ് മൂവിങ് വിത്ത് എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി 10 m/s. ഫൈൻഡ് വെലോസിറ്റി. ഒന്നെങ്കിൽ നമുക്ക് എന്താ, നമ്മളെ ഇക്വേഷൻസ് ഓഫ് മോഷൻ v = u + at അത് ഉപയോഗിക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് അത് ഉപയോഗിക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാം 5th സെക്കൻഡ് എല്ലാം ഉപയോഗിക്കാം, ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് വരച്ചിട്ട് ചെയ്യാം. ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് സിംപ്ലിഫൈ ആവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഗ്രാഫ് ഇങ്ങനെ വരച്ച് നോക്കാം. ഓക്കെ, ഗ്രാഫ് എന്താ, ഇനീഷ്യൽ വെലോസിറ്റി 10 m/s ആണ്. അപ്പോൾ ഞാൻ vt ഗ്രാഫ് ആട്ടോ വരക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി 10 m/s ആണ്. ശരി, 10 m/s ഉണ്ട്, വിത്ത് ഹാവിങ് ആക്സലറേഷനും ഉണ്ടല്ലോ. അപ്പോൾ അത് കൂടുന്നുണ്ട്, 10 തുടങ്ങി കൂടുന്നുണ്ട്, ഇങ്ങനെ കൂടുന്നുണ്ട്. ഇനി 10 തുടങ്ങി എത്ര സെക്കൻഡ് വരെ? വെലോസിറ്റി ആയിട്ട് t = 5 സെക്കൻഡ്. അപ്പോൾ ഓരോ സെക്കൻഡിലും 20 m/s കൂടുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ 5 സെക്കൻഡിൽ 100 m/s കൂടും. അപ്പം ഈ 10 100 കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 110 ഉണ്ടാകും 5 സെക്കൻഡ് ആവുന്ന സമയത്ത്, റൈറ്റ്. അതേപോലെ എന്താ, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 5 സെക്കൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ഏരിയ കണ്ടെത്താൻ. പിന്നെന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 5th സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5th സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4th സെക്കൻഡിൽ ആ ഒരു 5th എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടൈമിൽ എത്ര ട്രാവൽ ചെയ്തു എന്ന് വെച്ചാൽ 4th സെക്കൻഡും 5th സെക്കൻഡും ഇടയിൽ എത്ര ട്രാവൽ ചെയ്തു, ദാറ്റ് മീൻസ് ഇതാണ് ചോദിക്കുന്നത് ഇത്. സോ 4th സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യൽ 10 m/s. അപ്പം 10 ഓരോ സെക്കൻഡിൽ 20 കൂടുന്നുണ്ട്. അപ്പോൾ 4 സെക്കൻഡിൽ എത്ര കൂടും? ഓരോ സെക്കൻഡിലും 20 കൂടുന്നുണ്ട്. ഓക്കെ, യൂണിറ്ററി മെത്തേഡ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓരോ സെക്കൻഡിൽ 20 കൂടും, 4 സെക്കൻഡിൽ 80 കൂടും, റൈറ്റ്. 4 സെക്കൻഡിൽ 80 കൂടും. 4 സെക്കൻഡിൽ 80 കൂടി എന്ന് പറഞ്ഞാൽ 10 m/s എത്ര കൂടി? 90 m/s. സോ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 90 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയ കണ്ടെത്താൻ, ഇതൊരു ട്രപ്പീസിയാണ്, ട്രപ്പീസിൻ്റെ ഏരിയ കണ്ടെത്താം. അന്നേരം നമുക്ക് nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചും കിട്ടാം. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. അപ്പോൾ ഇതുപോലത്തെ കുറേ 2-3 സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫ് വരക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ടും ചെയ്യാം, സുഖമായിട്ട് ചെയ്യാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് മേ ബി ടഫ് ആവാം, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസി ആവാം കേട്ടോ. ഇക്വേഷൻസ് മോഷൻസ് ഇപ്പോൾ vt ഗ്രാഫ് നമുക്ക് ആദ്യം വരച്ച് നോക്കാം. എന്തായാലും ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ആദ്യം ഇനീഷ്യൽ റെസ്റ്റ്, പിന്നെ മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ 2 m/s ഫോർ 30 seconds. അപ്പോൾ നമുക്ക് വെലോസിറ്റി അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് തുടങ്ങി കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ ഫോർ 2 m/s. എത്ര ഇങ്ങനെ പോയി, എത്ര സെക്കൻഡ് വരെ?
30 സെക്കൻഡ് വരെ. അപ്പോൾ ഈ പോയിൻ്റ് എത്ര 30 സെക്കൻഡ് വരെ ഓരോ സെക്കൻഡിലും 20 മീറ്റർ പെർ സെക്കൻഡ് കൂടുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ 30 സെക്കൻഡിലാണെങ്കിലോ ആക്സിലേഷൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ പെർ സെക്കൻഡ് കൂടുന്നു, ഇത്ര വെലോസിറ്റി കൂടുന്ന ദാറ്റ് മീൻസ് 30 സെക്കൻഡ്സിൽ 60 മീറ്റർ പെർ സെക്കൻഡ് കൂടും. 30 സെക്കൻഡ് ഇവിടെ 60 വേണ്ടതെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിക്കാം, ഇങ്ങനെ ഈ ഒരു കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഇവിടെ ആക്സലേഷൻ നോക്കി ഐ മീൻ ആക്സലേഷൻ്റെ സ്ലോപ്പ് വെക്കുക, സ്ലോപ്പ് കറക്റ്റ് ആവുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാൾ യൂണിറ്ററി മെത്തേഡ് ഞാൻ പറയുന്ന ഈ മെത്തേഡ് കേട്ടിരുന്നാൽ മതി. അതിന് ശേഷം എന്താ ഡ്രൈവർ അപ്ലൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡീസലറേഷൻ അപ്പോൾ കുറയും. ആൻഡ് ട്രെയിൻ കംസ് ടു റെസ്റ്റ് അറ്റ് ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് ട്രെയിന് റെസ്റ്റിലേക്ക് വരും. അപ്പോൾ 1 മിനിറ്റ് ഇവിടുന്ന് 1 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടുന്ന് 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 90 സെക്കൻഡ് ആയിട്ടോ, അത് മനസ്സിലാക്കണം. ഇനി ഫൈൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എടുക്കാൻ. അത്രയേ ഉള്ളൂ. ആവറേജ് വെലോസിറ്റി കണ്ടൊക്കെ അറിയില്ല. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ടോട്ടൽ സ്പീഡ് ബൈ ടൈം അതൊക്കെ അറിയാം. വി മാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല 60 മീറ്റർ പെർ സെക്കൻഡ്. അതിന് ശേഷം ഇനി കുറേ ചെയ്യുന്നത്. ലൊക്കേഷൻ ഓഫ് ദി ട്രെയിൻ അറ്റ് ദി ഹാഫ് ഓഫ് ദി മാക്സിമം സ്പീഡ്. ലൊക്കേഷൻ ഓഫ് ട്രെയിൻ അറ്റ് ഹാഫ് ഓഫ് ദി മാക്സിമം സ്പീഡ്. സോ മാക്സിമം സ്പീഡ് 60. സോ ഇവിടെ 30 ആയിരിക്കും, ഈ പോയിൻ്റ് ആയിരിക്കും പ്രോബ്ലം 30 ആവുന്ന എത്ര സെക്കൻഡാണ്? അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് എത്താൻ ഏത് സെക്കൻഡ്? ഇവിടെയുള്ള ഈ സെക്കൻഡിനെ കോർഡിനേറ്റ് കിട്ടണം. അങ്ങനെ ചിന്തിക്കുക, ഓരോ സെക്കൻഡും 2 മീറ്റർ പെർ സെക്കൻഡ് കൂടുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് എത്താൻ എത്ര സെക്കൻഡ് എടുക്കും? 15 അല്ലേ? ഓരോ സെക്കൻഡ് 2, അപ്പോൾ 15 × 2 30. അപ്പോൾ 15ാമത്തെ സെക്കൻഡിലായിരിക്കും ഇവിടെ 30 സെക്കൻഡ് എത്തുക. പിന്നെ 30ാമത്തെ സെക്കൻഡ് ഇവിടെ 60 മീറ്റർ പെർ സെക്കൻഡ് എത്തും. സൈഡ് മുമ്പേ 15 ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ആ ഒരു പോയിന്റിൽ 30 മീറ്റർ സെക്കൻഡ് എത്തുന്ന 2 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, കാരണം ബോഡി ഇനി 60 മീറ്റർ സെക്കൻഡ് ഡീസലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 30 ഇവിടെ എത്തും. അപ്പോൾ ഒന്നാമത് ഏത് ഏരിയാസാണ്? ഒന്ന് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 0 മുതൽ തുടങ്ങുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ കണ്ടെത്തിയ ലൊക്കേഷനായി. സോ ഒരു ലൊക്കേഷൻ ഇത്, അതിനുശേഷം ഈ പോയിന്റിലുള്ള ലൊക്കേഷൻ, ഈ പോയിന്റിലുള്ള ഈ 30 പെർ സെക്കൻഡിൽ എത്രയാണ്? 15 സെക്കൻഡിൽ എടുക്കാൻ അല്ല, ഇവിടെയുള്ള ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ 1 കാരണം വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് റെസ്റ്റിലേക്ക് പോയി. 60 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ പറയാം 60 മീറ്റർ പെർ സെക്കൻഡ് 60 സെക്കൻഡ്സ് കൊണ്ട് തീർന്നു. 60 മീറ്റർ പെർ സെക്കൻഡ് 60 സെക്കൻഡ്സ് കൊണ്ട് തീർന്നു മീൻസ് റെസ്റ്റിലേക്ക് പോയി. അങ്ങനെ ആകുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞിട്ട് ഉണ്ടാവും? ഒരു സെക്കൻഡിൽ 1 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞിട്ട് ഉണ്ടാവും. സ്വാഭാവികം യൂണിറ്ററി മെത്തേഡ് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ ഒരു ആക്സലേഷൻ 1 മനസ്സിലായത്. ആക്സലേഷൻ 1 ഇവിടെ 30 മീറ്റർ പെർ സെക്കൻഡ് എത്തണമെങ്കിൽ 60 30 എത്തണമെങ്കിൽ ഇവിടുന്ന് ഒരു എക്സ്ട്രാ 30 സെക്കൻഡ് വേണം അല്ലേ? 60 30 എത്തണമെങ്കിൽ 30 സെക്കൻഡ്സ് വേണം. ഓരോ സെക്കൻഡും മീറ്റർ പെർ സെക്കൻഡ് ഓരോന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇനി എക്സ്ട്രാ ഒരു ഇവിടുന്ന് 30 സെക്കൻഡ്, ദാറ്റ് മീൻസ് ഇവിടെ 60 ഈ കോർഡിനേറ്റ്. അപ്പോൾ ഈ കോർഡിനേറ്റ് കിട്ടി. അപ്പം ഈ കോർഡിനേറ്റ് ഇവിടം വരെയുള്ള ഈ പോയിൻ്റ് വരെയുള്ള ഗ്രാഫ് ഇതാ കണ്ടാ. ഒന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, അതൊരു ലൊക്കേഷൻ, ഇതൊരു ലൊക്കേഷനാണ്, അതൊരു ലൊക്കേഷൻ. പിന്നെ ഉള്ളത് ഈ ഒരു ഏരിയ അതൊരു ലൊക്കേഷൻ, അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടിക്കൽ ട്രാവലിംഗ് 40 മീറ്റർ ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. ആദ്യത്തെ 10 സെക്കൻഡിൽ അയാൾ 40 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അടുത്ത 10 സെക്കൻഡിൽ അയാൾ 60 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദി നെക്സ്റ്റ് 10 സെക്കൻഡ്. അടുത്ത 10 സെക്കൻഡിൽ എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിഞ്ഞൂടാ, ഇനീഷ്യൽ ആക്സലേഷൻ അറിഞ്ഞൂടാ. പക്ഷേ ഇവർ അസ്യൂമിങ് ദാറ്റ് പാർട്ടിക്കൽ ഇസ് മൂവിങ് കോൺസ്റ്റന്റ് ആക്സലേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആർ ഓൺലി അപ്ലിക്കബിൾ വെൻ ദി ആക്സലേഷൻ ഈസ് കോൺസ്റ്റന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിനി ഇത് ഉപയോഗിക്കാം, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യാം. കാരണം വെച്ചാൽ ഇനി ഗ്രാഫ് വരച്ചിട്ട് വലിയ കാര്യമുണ്ട്. ഗ്രാഫ് വരച്ചിട്ടും പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ 10 സെക്കൻഡ്സിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. എസ് അറിഞ്ഞൂടാ. എസ് അറിയാമോ? അറിയാം, എസ് എല്ലാം അറിയുന്നു. ആകെ അറിയുന്ന ഇൻഫോർമേഷൻ 40 സോ 40 = 40 ടൈമും മാത്രമേ അറിയുന്നുള്ളൂ. 40 UT, യു അറിഞ്ഞൂടാ, പക്ഷേ ടി അറിയാം. പ്ലസ് ആക്സലേഷൻ മേ ബി പോസിറ്റീവ് നെഗറ്റീവ് അത് അറിഞ്ഞൂടാ, പക്ഷേ ഹാഫ് എ അറിഞ്ഞൂടാ. ടി വീണ്ടും അറിയാം 10². ഈ ഒരു ഇക്വേഷൻ കിട്ടി. പിന്നെ ഞാൻ ഇനി അടുത്ത 10 സെക്കൻഡ് ഇവിടുന്ന് മുതൽ S = UT + ½ AT² തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മുതൽ UT + ½ AT² തുടങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ യു എന്ന് പറഞ്ഞ വെലോസിറ്റി അത് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടുന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമ്മുടെ അടുത്ത ആൾക്കാർ യു എന്നുള്ളൊരു വേരിയബിൾ കൊടുത്തു. പക്ഷേ ഞാനിനി അടുത്ത 0 മുതൽ 20 സെക്കൻഡ് വരെയുള്ള S = UT + ½ AT² ഇക്വേഷൻ ഉപയോഗിച്ച ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇനീഷ്യൽ വെലോസിറ്റി അത് യു തന്നെയാണ്. അപ്പോൾ ഒരു വേരിയബിൾ നമുക്ക് ഒഴിവാക്കി കിട്ടി, നേരത്തെ വേരിയബിൾ തന്നെയാണ്. അതുമാത്രമല്ല ആക്സലേഷൻ എപ്പോഴും കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ, അപ്പോൾ ടൈം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം അടുത്ത വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 60 + 40 ദാറ്റ് ഈസ് 100. 100 = U × ടൈം എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് പ്ലസ് ½ AT² ടൈം.
അപ്പോൾ നമുക്ക് ഒരു 2 വേരിയബിൾസ് ഉള്ള ഒരു രണ്ട് ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ സോൾവ് ചെയ്ത് വിടാം. നമ്മൾ നോർമലായിട്ട് മാത്തമാറ്റിക്സ് പോലെ യുവും കണ്ടെത്താം, ആക്സലേഷൻ കണ്ടെത്താം. യു ആക്സലേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? യുവും ആക്സലേഷനും കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടെത്താൻ അതിനും സെയിം, കാരണം അതേ യു എൻ എൽ ഇവിടെ ഉണ്ടാവുക. സോ അതിനും നമുക്ക് അറിഞ്ഞുകൂടാ, ആ ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഇസിക്വൽ ടു UT + ½ AT². യു കണ്ടെത്തി, ആക്സലേഷൻ കണ്ടെത്തി, ടൈം അറിയാം 30 സെക്കൻഡ്സ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് എക്സ് കിട്ടും. ആ എക്സ് എന്ത് ചെയ്യുക? 100 കുറക്കുക. അത് 100 അല്ലെങ്കിൽ കിട്ടിയ എക്സ് -100 ആയിരിക്കും അടുത്ത 10 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും. സോ അത് കണ്ടെത്തിയാൽ മതി. ഇനിയിപ്പോൾ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ ആദ്യമുള്ള വെലോസിറ്റി നമുക്കറിയാമോ? ഇല്ല. ആദ്യം ഏതോ ഒരു ഇനീഷ്യൽ യു ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്, കാരണം അത് റെസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇനീഷ്യൽ യു നിങ്ങൾ ട്രാവൽ ചെയ്യാണ്, പിന്നെ പോയി സെയിം കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ ആണ്. പിന്നെ ഇവിടെ 10 സെക്കൻഡായി. അപ്പോൾ ഇവിടെയുള്ള ഇത് നമുക്ക് അറിഞ്ഞുകൂടാ, ഏത് വെലോസിറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? V = U + AT അപ്ലൈ ചെയ്തിടാം. U+10A, അതുപോലെ ഇവിടെ U+10. എന്നിട്ട് നമ്മൾ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആകെ അറിയുന്നത് വെച്ചാൽ ഈ ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതറിയാം നമുക്ക്. 40 മീറ്ററാണ്, 60 മീറ്റർ എന്നുള്ള കാര്യം അറിയാം. അതുമാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി എന്ത് കണ്ടെത്തണം? A3 കണ്ടെത്താൻ പറഞ്ഞു ലാസ്റ്റ് 10 സെക്കൻഡ്സിലുള്ള ഡിസ്റ്റൻസ്. അത് നമ്മൾ ഇനി കണ്ടെത്തണം. അതും ഇത് ആദ്യം ഈ ഏരിയയ്ക്ക് ഒരു 2 ഇക്വേഷൻ കിട്ടും. അങ്ങനെ ആക്സലേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഈ ഫൈനൽ വെലോസിറ്റിന് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അതും മെനക്കാട്ടാ, സെയിം പരിപാടി. ഇവിടെ ഇക്വേഷൻ സോൾവിങ്, അവിടെ ഇക്വേഷൻ സോൾവിങ് ഗ്രാഫ് വരച്ചാലും. സോ നമുക്ക് ഏതായാലും കണക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ടിക്കൽ ട്രാവലിംഗ്. ഇത് ചെയ്തതല്ലേ? ഇത് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുള്ളൂ. 10 സെക്കൻഡ്സ് ഇവിടെ 22 സെക്കൻഡായി. വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം പരിപാടിയാണ്. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കൽസ് 80 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡൊക്കെ കണ്ടെത്താൻ വരുന്നത്. അപ്പോൾ ഇത് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി ഒക്കെ കണ്ടെത്താൻ വരുന്നത്. ആവറേജ് സ്പീഡ് എടുത്തുമ്പോൾ ഡിസ്റ്റൻസിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എടുത്ത സമയത്ത് S = UT + ½ AT², അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. അത് ബേസ് ചെയ്യുന്നത് കംപ്ലീറ്റ് തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫ് വരക്കുന്നതാണ്. ഗ്രാഫ് വരക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റും സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ S = UT + ½ AT² ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് സെയിം ആകുന്ന സമയത്ത് നമുക്ക് S = UT + ½ AT² ഉപയോഗിക്കുന്നതിന് തിരക്കടില്ല. പക്ഷേ ഇവിടെ ആക്സലേഷൻ നെഗറ്റീവ് ആകുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി മേ ബി പാർട്ടിക്കിൾ ബാക്കോട്ടേക്ക് വരാം. ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേസിന് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഡിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനി ബെസ്റ്റ് ഗ്രാഫ് വരക്കാം. ഗ്രാഫ് വരച്ചോളി. 80 മീറ്റർ/സെക്കൻഡ് തുടങ്ങി, ഡീസലറേഷൻ ആണ്. അപ്പോൾ നെഗറ്റീവ് ആക്സലേഷൻ, സ്ലോപ്പ് നെഗറ്റീവായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം 8 സെക്കൻഡിലാണ് നിർത്താൻ, കാരണം ആക്സലേഷൻ ആണ് 10 ആണ്. ഓരോ സെക്കൻഡിലും 10 കുറയുന്നുണ്ട്. അപ്പം 80 തീരണമെങ്കിൽ 8 സെക്കൻഡ് വേണം. അതാണ് യൂണിറ്ററി മെത്തേഡ്. ഓരോ സെക്കൻഡിലും 10 തീരുന്നുണ്ട്, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ 10 തീരണമെങ്കിൽ എത്ര വേണം? 10 അല്ല, 8 തീരണമെങ്കിൽ 10/8 സെക്കൻഡ് എടുക്കും. ദാറ്റ്സ് ഇറ്റ്, 8 സെക്കൻഡ്. ഇനി 10 സെക്കൻഡ്സുള്ള കഥയാണ്. അപ്പോൾ 10 സെക്കൻഡ്സ് ഇവിടെ 0 ആയി, വെലോസിറ്റി 0 ആയി. ഇനി ബാക്കിയുള്ള 2 സെക്കൻഡ്, ഓരോ സെക്കൻഡിൽ 10 കൂടുന്നു. അപ്പോൾ 2 സെക്കൻഡ് എത്ര കൂടും? 20 കൂടും. അതുകൊണ്ട് ഇവിടെ ഈ കോർഡിനേറ്റ് 20 ആണ് യൂണിറ്ററി മെത്തേഡ് പ്രകാരം കണ്ടെത്തി. ഇത്രയും ഇൻഫോർമേഷൻസായി, ഗ്രാഫ് ഫുള്ളായി. എന്താ വരക്കാൻ പറഞ്ഞാൽ ആവറേജ് സ്പീഡ് കിട്ടണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത് ആഡ് ചെയ്യുക. വെലോസിറ്റി കിട്ടണമെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് മൈനസ് ഇത് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എടുക്കുക. വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. കാർ ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് 60 മീറ്റർ/സെക്കൻഡ്, T = 0. ഡ്രൈവർ അപ്ലൈ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ആക്സലേഷൻ ഓഫ് കാർ ഇസ്. അപ്പോൾ അയാൾ പോകുന്നത് ഇനീഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 മീറ്റർ/സെക്കൻഡ് ആണ്. ടൈം T. ഡ്രൈവർ എന്ത് ചെയ്യും? അപ്ലൈ ബ്രേക്ക് ചെയ്ത് 12 മീറ്റർ/സെക്കൻഡ്. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ പാർട്ടിക്കിൾ ഇൻ 10 സെക്കൻഡ്. അപ്പം എന്ത് ചെയ്യും നമ്മൾ? നമുക്കൊരു കാര്യം അറിയാം, S അതാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചങ്ങ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞ് നിൽക്കൂലേ, അവിടെ നിൽക്കും, റെസ്റ്റിൽ വെക്കും. ദാറ്റ് മീൻസ് S = ഒരു കാര്യമാണ് V². V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ V² - U² നമുക്കറിയാം, +2 × ആക്സലേഷൻ നമുക്കറിയാം, ഇത് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് V അറിയാം, U അറിയാം, A അറിയാം. അവിടെ നമുക്ക് S കണ്ടെത്താൻ പറ്റും. സോ അതാണ് ഉത്തരം. S കണ്ടെത്താൻ പറ്റും. ദാറ്റ്സ് ഉത്തരം. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടെത്താം. അല്ലെങ്കിൽ നമുക്ക് T0 മുതൽ T5 വരെയുള്ള വെലോസിറ്റി കണ്ടെത്താം. കാരണം വെച്ചാൽ ഇത് 5 സെക്കൻഡിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അതെങ്ങനെയാണ്? ഗ്രാഫ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സുഖമായിട്ട്. 5 സെക്കൻഡിലാണ് നിൽക്കാൻ, അല്ലെങ്കിൽ ഗ്രാഫ് വെച്ച് ചെയ്യാം. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹരിക്കും ഇനി ബ്രേക്ക് ഉണ്ട്, ആക്സിലേഷൻ ഇല്ല. അപ്പോൾ ഇയാൾ തിരിച്ച് ഇവിടെ നിന്നിട്ട് തിരിച്ചു വരുന്നു. റിയൽ ലൈഫിൽ കാറാണ്. ബ്രേക്ക് നെക്കി നിന്ന് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കാൻ, തിരിച്ച് ബാക്കോട്ടേക്ക് വരില്ല. ഇത് വെറും ബ്രേക്ക് എന്നൊന്നും പറയാണ്ട് ആക്സലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. പക്ഷേ ഇത് ഇനി തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് 10 സെക്കൻഡ്, ഇനി 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 5 സെക്കൻഡിന് ശേഷമുള്ള ഇനി എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ബിക്കോസ് അയാൾ റെസ്റ്റിലാണ്. സെറ്റ്. ഇനി ക്വസ്റ്റൻ ആണ്. ഒരു ട്രെയിൻ ഉണ്ട്, അതിനെന്താ വെലോസിറ്റി ഉണ്ട്, പിന്നെ ആക്സലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. വേറെ എന്താ പക്ഷിയുണ്ട്. ഈ പക്ഷി എന്താ 70 മീറ്റർ/സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആയി പോകുന്നത്. പക്ഷിൻ്റെ പ്രത്യേകം വെച്ചാൽ ഈ പക്ഷി നേരെ പോയിട്ട് ഈ ട്രെയിൻ തട്ടിയിട്ട് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് അതേ വെലോസിറ്റിയിൽ തിരിച്ചിടെ തട്ടും. തിരിച്ചിടെ പോവും. ട്രെയിൻ തട്ടും, ട്രെയിനിന് ഇവിടെ പോവും, അങ്ങോട്ട്. അപ്പോൾ ഈ ട്രെയിൻ ഇവിടം വരെ വരുന്നവർ, ഈ വേൾഡ് അടുത്തെത്തുന്നവരെ ഈ പരിപാടി തുടങ്ങും. ഈ ചങ്ങായി പരിപാടി തുടങ്ങും. അപ്പോൾ നമ്മളോട് ചോദ്യം വെച്ചാൽ ഈ പറഞ്ഞ പക്ഷി കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. പക്ഷിയുടെ എന്താണ് ചോദിക്കുന്നത്? പക്ഷിയുടെ
ഡിസ്റ്റൻസ് ട്രാവൽ ആയിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് 0, കാരണം ലാസ്റ്റ് പക്ഷി വോളിൽ എത്തുന്നുണ്ട്, എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ എത്തുന്നത്. പക്ഷേ ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും ഭയങ്കര ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലായതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ട്രെയിൻ നമുക്കൊരു കാര്യം അറിയാം, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ഐ മീൻസ് എസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ പറയാം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ഈ ട്രെയിന് എത്ര നേരം വരെ ഈ വോളെത്തുന്ന വരെ ഈ ചങ്ങായി ഒരേ സ്പീഡിൽ അങ്ങോട്ടും പോകും. അപ്പോൾ ഈ ട്രെയിൻ ഈ വോളിലെത്തുന്ന അത്ര സമയം എടുക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ടൈം കിട്ടും. ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അറിയാം 70 ആണ്. ടൈം എത്ര നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് മുമ്പോട്ടായാലും ബാക്കോട്ടായാലും ഡിസ്റ്റൻസ് തന്നെയല്ലേ. അപ്പോൾ സ്പീഡിൻ്റെ ടൈം ഈസ് ആക്ച്വലി ഡിസ്റ്റൻസ്. സ്പീഡ് കിട്ടണം, സ്പീഡ് അറിയാം. ടൈമോ ഇവിടെ എത്ര സമയം എടുക്കും എത്താൻ, അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, u²/2a അപ്ലൈ ചെയ്യാൻ മതി. അല്ലെങ്കിൽ u²/2 അപ്ലൈ അറിയില്ല. എസ് ഈസ് ഈക്വൽ ടു ut + ½ × t². വരെ എസ് അറിയാം, ദാറ്റ് ഇസ് 150, ആൻഡ് യു അറിയാം, ടി അറിയാം, ടൈം അറിഞ്ഞൂടെ, ടൈം കണ്ടെത്തണം. അതേപോലെ ആക്സിലേഷൻ അറിയാം. ടൈം കണ്ടെത്താൻ എത്ര സമയം എടുക്കും. അപ്പോൾ 5 സെക്കൻഡ് ടൈം എന്ന് മനസ്സിലായി. 5 സെക്കൻഡ് ഇയാൾ 70 മീറ്റർ/സെക്കൻഡ്, ഈ ചെടി അല്ലെ പക്ഷി 70 മീറ്റർ/സെക്കൻഡ് 5 സെക്കൻഡ്സിനോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സോ 5 സെക്കൻഡ് ആണെങ്കിൽ അപ്പോൾ 70 കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ്സ് ഇറ്റ്, യു ഗോട്ട് ദ ഡിസ്റ്റൻസ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റൻ, പാർട്ടിക്കിൾ ഇസ് മൂവിങ് ഇൻ ദി എക്സ് ആക്സിസ് വിത്ത് വെലോസിറ്റി 40 m/s. വളരെ സിമ്പിൾ. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി പാർട്ടിക്കിൾ 5th സെക്കൻഡ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫ് കുറേ നേരം പറഞ്ഞില്ല, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരക്കണ്ടേ. അപ്പം വരച്ചു. ഇയാൾ നിർത്തുന്നത് 4 സെക്കൻഡ്സിലാണ്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. 4th സെക്കൻഡ് 5th സെക്കൻഡ് ഇടയിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ 4th സെക്കൻഡ് ഇത് 5th സെക്കൻഡ്. 4th സെക്കൻഡിൽ ഉണ്ടാവുന്ന ആ ഒരു വെലോസിറ്റി എത്രയാണ് ചോദിക്കുന്നത്. അപ്പോൾ -10 ആണ്. അപ്പോൾ 4th സെക്കൻഡ് ഓരോ സെക്കൻഡ്സിലും 10 m/s വെച്ച് കുറയും. അപ്പോൾ 4 സെക്കൻഡ്സിൽ 40 m/s വെച്ച് കുറയും. അപ്പോൾ 45 നിന്ന് 40 m/s കുറച്ച് കഴിഞ്ഞാൽ 5 m/s അല്ലേ 4th സെക്കൻഡിൽ ഉണ്ടാവാൻ. കറക്റ്റാണ്. അതേപോലെ ഇപ്പോൾ 0 ആണുള്ളത് ഇവിടെ, റൈറ്റ്. 0 ഇനി ഓരോ സെക്കൻഡിൽ ഇവിടെ 0.5 റൈറ്റ്. ഓരോ സെക്കൻഡിൽ 10 സെക്കൻഡ് ഒരു കുറയുക, അല്ലെങ്കിൽ 0.5 സെക്കൻഡ്സിൽ 5 m/s കുറയുള്ളൂ. അപ്പോൾ ഇവിടെയും വെലോസിറ്റി 5 തന്നെയാണ് ഉണ്ടാവുക. -5 ആണ്. ഓക്കെ, വെച്ചിട്ട് സിമ്പിളായി ഡിസ്റ്റൻസ് ഇത് ഏരിയ ആഡ് ചെയ്യാം. ദാറ്റ്സ് ഏത് ഈ ഏരിയ കേട്ടോ. 4 സെക്കൻഡ് 5 സെക്കൻഡ് ഇടയിലുള്ള ആ ഏരിയ അത് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കൽ സ്റ്റാർട്ട് മൂവിങ് ഫ്രം ഒറിജിൻ വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 8 എന്താണ് ആക്സിലേഷൻ വെൻ പാർട്ടിക്കൽ റിട്ടേൺ ഒറിജിൻ റിട്ടേൺ. ആദ്യം എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. നമുക്കറിയാം ആദ്യം 80 m/s എന്ന് പറയും. ഡീസലേഷൻ ആണ്, ഇങ്ങനെ പറയും. എത്ര 8 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തും, റൈറ്റ്. നമുക്ക് ടോട്ടൽ അറിഞ്ഞുകൂടാ. പക്ഷേ ഇനി നമുക്കൊരു കാര്യം അറിയാം, ഒരു ബോഡി കോൺസ്റ്റൻറ്റ് ആക്സിലേഷൻ ആണെങ്കിൽ, അതും നെഗറ്റീവ് ആക്സിലേഷൻ ആണ്, നമുക്കൊരു മോഷനായിട്ട് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു ബോൾ എറിഞ്ഞ് ഇങ്ങനെ പോയി അവിടെ നിന്ന് ബോളിൽ നിന്ന് താഴോട്ടേക്ക് വന്ന്, അപ്പോൾ ഈ താഴോട്ടേക്ക് വരുന്ന പോയിന്റിൽ ഈ ഇവിടെ എറിഞ്ഞ അതേ വെലോസിറ്റി ഉണ്ടാവാൻ. അങ്ങനെ ആകുമ്പോൾ എറിഞ്ഞ വെലോസിറ്റി എത്ര, അല്ലെങ്കിൽ പോയ വെലോസിറ്റി 80 m/s ആണ്, റൈറ്റ്. അപ്പോൾ 80 m/s ഇവിടുന്ന് 0 ആയി. 8 സെക്കൻഡ് കൊണ്ട് 0 ആയി. ബിക്കോസ് 10 m/s ആണ്, -10 m/s ആണ് ആക്സിലേഷൻ. അപ്പോൾ നേരത്തെ ഉള്ള ഇനീഷ്യൽ വെലോസിറ്റി എത്തുന്ന ആ ഒരു പോയിന്റ്, അല്ലെ ആ ഒരു ടൈം ടി ആയിരിക്കും എന്ത്, ഒറിജിനിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ്, റൈറ്റ്. ഇനി വെലോസിറ്റി നെഗറ്റീവിലേക്കാണ്. -80 ആണ് നേരത്തെ ഉണ്ടായ അതേ 80, -80 എത്തുന്ന സമയത്ത് ആ സമയമാണ് ഒറിജിനിലേക്ക് എത്താനുള്ള സമയം എന്നുള്ളത്. നമുക്ക് ഇവിടെ പോയി അത് തിരിച്ചു വന്ന ഒറിജിനിലേക്ക് എത്താനുള്ള സമയം 16 സെക്കൻഡ് എന്നുള്ള കാര്യം കിട്ടി. ഇനി എക്സ് മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ടേണിംഗ് പോയിന്റ്. കാരണം വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോയി, അപ്പോൾ മാത്രം വെലോസിറ്റി 0 ആയി. ഇപ്പോൾ ടേണിംഗ് പോയിന്റ് ഇതാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ടേണിംഗ് പോയിന്റ് ഇതാണെങ്കിൽ ഇതിന് ശേഷം പിന്നെ ബാക്കോട്ടേക്ക് വന്നു, ടേൺ ചെയ്ത് ബാക്കോട്ടേക്ക് വന്നു. അപ്പോൾ ഇതായിരിക്കും ഒരു എക്സ് കോർഡിനേറ്റ് മാക്സിമം. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഏരിയ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അതേപോലെ എക്സ് മാക്സും സെയിം തന്നെ, ബിക്കോസ് എക്സ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ അത് 0 ഒറിജിൻ ആയതുകൊണ്ട്. ഇനി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കൽ എക്സ് ഈസ് ഈക്വൽ ടു 320. വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കൽ മാക്സിമം പോയിന്റുള്ള വെലോസിറ്റി എത്രയാണ്, അല്ല വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കൽ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും എസ് ഇസിക്കൽ യു ടി പ്ലസ് അല്ല വി ഇസിക്കൽ യു പ്ലസ് 8 ഉപയോഗിക്കാം. അല്ലെങ്കിൽ 2 സെക്കൻഡ്സിൽ നമ്മൾ എത്ര -10 ആണല്ലേ. അപ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് കുറയുന്നുണ്ട് 80 മീറ്ററിന്. 2 സെക്കൻഡ് ആകുമ്പോൾ 60 m/s ആവും. 6 സെക്കൻഡ്സ് ആകുമ്പോൾ 20 m/s ആവും. 8 സെക്കൻഡ്സ് ആകുമ്പോൾ 0 ആവും. 10 സെക്കൻഡ് ആകുമ്പോൾ 0 ഇനി സെയിം ഡയറക്ഷനാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനായി. ഇപ്പം വെലോസിറ്റിയും ആക്സിലേഷനും സെയിം ഡയറക്ഷനായി ഈ ഒരു പോയിന്റിൽ. അതിന് ശേഷം ഓരോ സെക്കൻഡ് 10 m/s കുറയും. അപ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ 20 കൂടും, അത്ര തന്നെ. അപ്പോൾ ഈ പരിപാടി സംഭവം തന്നെയാണ്. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള സാധനം ആക്ച്വലി ഇത് മോഷൻ അണ്ടർ ഗ്രാവിറ്റീൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, ഒരു മോഷൻ അണ്ടർ ഗ്രാവിറ്റി റിലേറ്റഡ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മോഷൻ അണ്ടർ ഗ്രാവിറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കുക. അസംഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ, അത് ജി വേരിയേഷൻ നമ്മൾ കാര്യമാക്കൂല. ഓക്കെ, കാരണം വെച്ചാൽ ജിയുടെ വേരിയേഷൻ നമ്മളിപ്പം ഒരു ഉള്ളിൽ എർത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മേ ബി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ആവും. അതുപോലെ എർത്തിന് കുറച്ച് ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ആവും. പക്ഷേ നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ വേരിയേഷൻ നമ്മൾ കണക്കാക്കൂല. എപ്പോഴും 9.8 ആയിട്ട് എടുക്കാൻ. ഓക്കെ, അതുപോലെ എയർ റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും.
അപ്പോൾ ഈ ക്വസ്റ്റനിൽ പാർട്ടിക്കൽ ഇസ് പ്രൊജക്റ്റഡ് ഇനീഷ്യൽ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ് അപ്വാർഡ് ഫ്രം ദി ഗ്രൗണ്ട് ഫൈൻഡ് ദി എച്ച് മാക്സ് എത്രയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാം. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എസ് വേണ്ട, എച്ച് മാക്സിന് പ്രത്യേകത എന്താ, വെലോസിറ്റി 0, ദാറ്റ് മീൻസ് വി സ്ക്വയർ 0, ദാറ്റ് മീൻസ് വി ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് എന്താ അറിയാം, വെലോസിറ്റി ഫൈനൽ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി 80 അറിയാം, ആക്സലേഷൻ -10 ആണ്. ബിക്കോസ് മുകളിലോട്ടേക്ക് എപ്പോഴും ജി എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴോട്ടേക്കായിരിക്കും, -10 ആണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കും, അത് മൈനസ് ആയിട്ട് വരാൻ. അങ്ങനെ നമുക്ക് ഈ എസ് കിട്ടും, ആ എസ് കിട്ടും, അതാണ് എച്ച് മാക്സ്. എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കില്ല, നമുക്ക് ഏത് സൈനാണ് കൊടുക്കേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടാവും മോഷൻ്റെ ഗ്രാവിറ്റിയിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ നമുക്ക് ഏത് സൈൻ കൊടുത്താലും ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾ എറിയുന്ന ഡയറക്ഷനെ പോസിറ്റീവായിട്ട് കണക്കാക്കുകയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിട്ട് കണക്കാക്കുകയും. ദാറ്റ് മീൻസ് ഞാൻ ബോൾ ഇങ്ങനെ എറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ, ഞാൻ ബോൾ ഇങ്ങനെ എറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ കണക്കാക്കിക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 16 seconds ആണ്. ഓക്കെ, അങ്ങനെ മനസ്സിലായ? അല്ല, ടൈം ഓഫ് മുകളിലെത്താൻ ടൈം എത്ര ആയിരിക്കും അത് ചിന്തിക്കുക. മുകളിലെത്താൻ ടൈം ഇവിടെ 80 മീറ്റർ സെക്കൻഡിൽ എറിഞ്ഞ് 10 മീറ്റർ സെക്കൻഡ്. അപ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് കുറയുന്നുണ്ട്, ബിക്കോസ് അതാണ് ഡീസലറേഷൻ. ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 80 മീറ്റർ സെക്കൻഡ് അത് കംപ്ലീറ്റ് 0, ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് കുറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ 0 കിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, ഓരോ സെക്കൻഡും 10 മീറ്റർ വെച്ച് കുറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ 80 മീറ്റർ പെർ സെക്കൻഡ് കുറയണമെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 സെക്കൻഡ് അല്ല, ഓരോ സെക്കൻഡ് 7 സെക്കൻഡിൽ 70 ആവും, 6ാമത്തെ സെക്കൻഡിൽ 60 ആവും, 5ാമത്തെ സെക്കൻഡിൽ 50 ആവും, അങ്ങനെ പറഞ്ഞ് 8ാമത്തെ സെക്കൻഡിൽ 0 ആവും. ഓക്കെ, ശരി. അപ്പോൾ അത് 8 സെക്കൻഡ് മുകളിലെത്താൻ താഴെ എടുക്കാനും സെയിം ടൈം തന്നെയല്ലേ. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ 16, അങ്ങനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിയത്. പിന്നെ വെലോസിറ്റി ഓഫ് പാർട്ടിക്കൽ അറ്റ് t = 2, നോർമൽ v = u+8 ഉപയോഗിക്കുക. ലൊക്കേഷൻ ഓഫ് പാർട്ടിക്കൽ t = 2 seconds, വളരെ സിമ്പിളായിട്ട് നടത്താവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഈ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാം, അത് കുഴപ്പമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് പക്ഷേ ആവറേജ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോർമൽ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിച്ചാൽ ശരിക്കും പണി പാടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരക്കുക, നോർമൽ ഗ്രാഫ് വരക്കാൻ നമുക്കറിയാം, ഗ്രാഫ് വരക്കുക. എന്നിട്ട് ഈ ഏരിയ ആഡ് ചെയ്യുക, അതാണ് പരിപാടി. അല്ലാണ്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ സ്പീഡിന് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി പാടും. കാരണം വെച്ചാൽ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കുറയുക ഇല്ല, ഡിസ്റ്റൻസ് കൂടെ തന്നെ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എല്ലാ പ്രൊജക്ടൈൽ മോഷനിലേക്കാണ് പോകാൻ.